ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് പാക്കിംഗ് വീഡിയോ കാണിച്ചതിൽ ഈ ഒരു പൊട്ടറ്റോൻ്റെ ഒരു സംഭവം ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കണ്ടിട്ട് അത് കഴിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും ആരോ ഒരാളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൻ്റെ ഒരു റെസിപ്പി ഇട്ടേക്കാന്ന്. അപ്പോൾ ഇത് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ, സിമ്പിളായിട്ടുള്ളതാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഒരു വീഡിയോ തന്നെ ഇടാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നമ്മൾ എടുത്തിട്ട് അത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. ഏത് രീതിയിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഇതിൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റായി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് ഒരു 3/4 വേവിൽ ഇറക്കി വെക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു പാൻ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളിയില്ലേ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളതാണ് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ആവശ്യം. ആൻഡ് ഈ ഒരു ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ ഗാർലിക്കും ഇതിലെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ഉറപ്പായിട്ടും നമ്മൾ ചേർക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമുക്ക് അതിലോട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് അതിന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിലോട്ട് എന്തെങ്കിലും ഒരു മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ മീറ്റ് മസാലയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് വരട്ടിയെടുക്കാൻ, ആ വരട്ടുമ്പോൾ ഉള്ള ഒരു മണം മാത്രം അത് നമുക്ക് ചോറ് മുഴുവൻ ഉണ്ണാനായിട്ട്. ആൻഡ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മഴയുടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്, ഒന്ന് ക്ഷമിക്കണേ. ആൻഡ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.